കാലിഫായിട്ട് വന്നത് AD 661 കഴിഞ്ഞപ്പോഴത്തേന്. അത് പ്രവാചകനെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ച ആളിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് മുയുവ എന്ന് പറയുന്ന ആൾ. അയാൾ പ്രവാചകൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ രണ്ടുപേരെ ഹസനെയും ഹുസൈനെയും കൊന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹരം വേണമായിരുന്നു. അതിന് പ്രവാചകൻ്റെ ഭാര്യമാരെ പറ്റിയൊക്കെ വിവരിച്ചങ്ങോട്ട് എഴുതി ചേർത്ത് പുസ്തകത്തിനകത്ത്. അതൊരു നോർമൽ മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക്. പിന്നെ ഹാദിസുകൾ എന്ന് പറഞ്ഞ് കുറേ നല്ല കാര്യമുണ്ട്, കുറേ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹാദിസിനകത്ത്. അത് വെച്ചിട്ട് ഇസ്ലാമിനെ ജഡ്ജ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഗ്രേറ്റ്നസ് മുസ്ലിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ മതം ഒരു ശാന്തിയുടെ മതമാണ്, അക്രമത്തിന്റെ മതമല്ല. ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ നീക്കം നടക്കുന്നില്ലേ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട? അതെല്ലാം പൊളിറ്റിക്കലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരെ പറഞ്ഞുണ്ടാക്കുന്ന കുറേ ആരോപണങ്ങളാണ്. അത് നമ്മൾ ആ രീതിയിൽ വിഴുങ്ങിക്കളയരുത്. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇസ്ലാം മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി 156 crores ക്രോസ് ചെയ്ത് കഴിഞ്ഞു. വിതിൻ 15 years അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതം. ദേ വിൽ ഓവർടേക്ക് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ക്രിസ്ത്യാനിറ്റികളുടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൽ 90% പള്ളി പോയില്ല. ജർമ്മനിയിലൊക്കെ ഒരു പള്ളി പോയി കഴിഞ്ഞാൽ ആകെ 10-15 പേര് പള്ളി കാണും. 60 വയസ്സിൽ താഴോട്ട് ഒറ്റ കന്യാസ്ത്രീ ഇല്ല യൂറോപ്പിലെങ്ങും. അപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിൽ നടന്നു പോവുകയും ഇസ്ലാം വളരെ ഹാർഡായിട്ട് ബിലീവ് ചെയ്യുകയും ചെല്ലുമ്പോൾ ഇസ്ലാം ഈസ് ഗോയിങ് ടു ഈസിലി ഓവർടേക്ക് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ത്രെട്ടായിട്ട് കണക്കാക്കിയിട്ട് അവരെ ലോകവ്യാപകമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇറാനിലും സൗദിയിലും ഒക്കെ മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യമില്ലല്ലോ, പേഴ്സണൽ ലിബർട്ടി ഇല്ലല്ലോ. അതൊക്കെ ആരോപണങ്ങൾ, കുറച്ചേറെ ആരോപണങ്ങളാണ്. ഇറാഖിൽ അമേരിക്ക ഇറങ്ങി യുദ്ധം ചെയ്തു. അമേരിക്ക ബോംബിട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. അപ്പോൾ അത് പറയുന്നത് പീസ് കീപ്പിംഗ് ആണ്. പക്ഷേ ഇറാഖി അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസമാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇറങ്ങി അവിടെ ലക്ഷക്കണക്കിന് ആളെ കൊന്നു. 5-1 സ്ത്രീകൾ വിധവകളായി. അതെന്താണ് ഡെവലപ്മെൻറ്റ്? പക്ഷേ അഫ്ഗാനിസ്ഥാൻകാരൻ അവൻ്റെ മണ്ണിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അതോടെ ടെററിസായി. ഇതാണ് ഭാഷ വെച്ചിട്ടുള്ള പ്രയോഗം. ഇസ്ലാം ഒരു ലോകത്തിന് സമാധാനത്തിന് ഭീഷണിയല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അഖില ലോക വ്യാപകമായി ഏത് ജനതയെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ശ്രമിച്ചാലും, പൂച്ചയെ മുറിയുടെ മൂലക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചാൽ പൂച്ച ശക്തമായി തിരിച്ചടിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ രാജ്യത്തുള്ള മുസ്ലിംസ് തിരിച്ചടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ആ മതത്തെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹിന്ദുമതം ഒഴിച്ച് ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ മതങ്ങളും വയലൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം റിലിജൻസിനെ മുഴുവൻ വയലൻസ് വെച്ചിട്ടൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. വിച്ച് റിലിജൻ ഈസ് ദ മോസ്റ്റ് വയലൻറ്റ് കണക്കെടുത്തിട്ടാണ്. അതിൽ ഇസ്ലാം 5ാം സ്ഥാനത്ത് വരുന്നുള്ളൂ. ഏറ്റവും അവസാനം വരുന്നത് ഹിന്ദുമതമാണ്. ഹിന്ദുമതമാണ് ഏറ്റവും ലീസ്റ്റ് വയലൻറ്റ് റിലിജൻ ഇൻ ദ വേൾഡ്. ശാന്തിയുടെ മതമാണ് ഹിന്ദുമതം. ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. ഈ അക്രമം വരുമ്പോഴേ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് വ്യത്യാസം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പലതവണ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഗാന്ധാരി ആദേശത്ത് പോയി പിടിച്ചുകൊണ്ട് വന്നതാണ്, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. അവളുടെ അപ്പനെ അമ്മയും പിടിച്ച് ജയിലിലിട്ടു മഹാഭാരത കാലത്ത് തന്നെ. പിന്നെ മൗര്യ സാമ്രാജ്യത്തിനാണ് നമ്മൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചു, ഗുപ്ത സാമ്രാജ്യത്തിനകത്ത് നമ്മൾ പിടിച്ചു, കുഷാൻ ഗാഡ് കാലത്ത് നമ്മളവിടെ പിടിച്ചു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കൗണ്ടർ അറ്റാക്ക് വന്നു, ഗോറിയും ഗസ്നിയും. അപ്പം എന്ത് പറ്റി? ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുണ്ടാക്കി. അഫ്ഗാൻകാർ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇസ്ലാമിക്കാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം റിലിജൻ ഇല്ല. അപ്പം ഹിരോഷിമയിൽ നാഗസാക്കിൽ ആരാ ബോംബിട്ട്? ക്രിസ്ത്യാനിയിലും ബോംബിട്ട് ക്രിസ്ത്യാനിയിൽ അമേരിക്കക്കാരനാണ്. അപ്പം മതം എടുക്കത്തില്ല. ഒരക്രമം വരുമ്പോൾ മതം പറയും, മറ്റേ അക്രമം വരുമ്പോൾ രാജ്യത്തിൻ്റെ പേര് പറയും.